ശരിക്കും പറയാൻ നമ്മൾ വേറൊരു ആന്തരികമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും ആന്തരികമായ ലോകത്തിലേക്ക് ഇറങ്ങി ജെൻസി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ജെൻസികളൊക്കെ ഇപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ കൊച്ചു കുട്ടികൾ വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ റീസൺ അതാണ്. അവർക്ക് ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കൾച്ചറലായിട്ട് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ വിചാരിക്കുന്നത് യവനൊരു കിഴങ്ങനല്ലേ കിഴങ്ങി ടേക്ക് ഓൺ ഫ്രോ ഗ്രാൻഡ് ഉണ്ടാവും. നമ്മൾ പറയുന്നത് ശ്രദ്ധ കൊടുക്കാതെ വിഷാദത്തിൽ നിന്നാണത് വരുന്നത്. ഒരാളെ വേദനിപ്പിക്കുമ്പോൾ സുഖം കിട്ടുമെന്നുള്ളത് അത് ഏറ്റവും അടുത്ത ആൾക്കാരെയാണ് വേദനിപ്പിക്കുക. ബ്യൂട്ടി പാർലർ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് വരൂ, ഞാൻ മേഘ നല്ല സുന്ദരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഞാൻ നിന്നോളാം എന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ആ വ്യക്തിക്ക് അതിനുള്ള ശേഷിയില്ല എന്ന് നമ്മൾ പരോക്ഷമായിട്ട് അയാൾ പറയുകയാണ്. ആത്മവിശ്വാസം ഇല്ലാണ്ടായി പോവുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിന്റെ പുറത്തു നിന്നൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ബസ്സിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്. അത് നമ്മളുടെ അനിമൽ നേച്ചറിന്റെ പ്രത്യേകത. ആ ഒരു അനിമൽ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാവുന്ന ആ ഒരു ടെറിട്ടോറിയൽ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ് സാധനം. അതെല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല അവിടെ. അപ്പൊ ഈ മോബ് വയലൻസ് അങ്ങനെ ഉണ്ടാവുന്നതാണ്. മനസ്സിലായില്ലേ? ആൾക്കാരെ തല്ലി അപ്പൊ അവിടെ ചിന്തിക്കത്തില്ല. അപ്പൊ ഈ രീതിയിൽ ഇതെല്ലാം അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്നത് ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. മറിച്ച് ഈ മോബിന്റെ ഇടയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇതൊരു മോബാണ്, ഒരു സംഘർഷം നടക്കാൻ പോകുന്നുണ്ട്, ഇതിനെ ഈ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് വയലൻസിലേക്ക് പോകാം എന്നറിയുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല മോബിനെ കൺട്രോൾ ചെയ്യാനുള്ള ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതില്ല എന്നുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മാറി നിൽക്കാനും പറ്റും. ഇത് അവിടെയാണ് ക്ലാരിറ്റി വരുന്നത് സാർ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഫ്രണ്ട്സ് കുറച്ച് ഇപ്പൊ 4-5 പേർ, ഇവർക്ക് എല്ലാവർക്കും ഒരു സിമിലർ മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മളുടെ സൗഹൃദങ്ങളെല്ലാം അങ്ങനെയല്ലേ. നമ്മൾ ഈ തമാശക്ക് അയക്കുന്ന റീലുകൾ നമുക്ക് ഒരേ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ നമ്മൾ ഒരുമിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞ നമ്മൾ റീലൊക്കെ അയക്കും. അവിടെയൊക്കെ ഈ സംഗതിയാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മളെല്ലാരും പറയാണല്ലോ ചേർത്ത് പിടിക്കല് അല്ലേ. ഇപ്പൊ എല്ലാരും അങ്ങ് ചേർത്ത് പിടിക്കലാണ്, ഒപ്പം നിൽക്കല്. ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ വിഷാദ ലോകത്തെ മനോഹരമായിട്ട് ക്യാഷ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരാളെ ഞാൻ ചേർത്ത് പിടിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അയാളുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിനക്ക് നീ ആരോഗ്യമില്ലാത്തവനാണ്, നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയില്ലാത്തവനാണ്. അവൻ്റെ ആത്മവിശ്വാസം ഇല്ലാണ്ടായി കളയുകയാണ് ചെയ്യുന്നത്. ആണോ അല്ലേ? അല്ലേ? ഇപ്പോൾ മേഘ ഒരു സുന്ദരിയാണ്, ഞാൻ മേഘയെ എടുത്ത് പറയുകയാണ്, ഞാൻ മേഘയെ നല്ല സുന്ദരിയാക്കി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താ ഞാൻ സുന്ദരിയല്ലേ? സുന്ദരി അല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അല്ലേ. ഇപ്പൊ ഒരു ബ്യൂട്ടി പാർലറുകാരനാണ് ഞാനെന്നുണ്ടെങ്കിൽ പറയുകയാണ് മേഘ സുന്ദരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, ഒരു ബ്യൂട്ടി പാർലറുകാരനാണ് ഞാൻ പറയുകയാണ്, ബ്യൂട്ടി പാർലർ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് വരൂ, ഞാൻ മേഘയെ നല്ല സുന്ദരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഇപ്പൊ ചേർത്ത് പിടിക്കലും വരുന്നത്. ഒപ്പം ഞാൻ നിന്നോളാം എന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ആ വ്യക്തിക്ക് അതിനുള്ള ശേഷിയില്ല എന്ന് നമ്മൾ പരോക്ഷമായിട്ട് അയാൾ പറയുകയാണ്. ആത്മവിശ്വാസം ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. അയാൾ എപ്പോഴും ആരുടെയെങ്കിലും സഹായം തേടിക്കൊണ്ടിരിക്കും. അയാളുള്ള ശേഷി ഒരിക്കലും അയാൾ പുറത്തെടുക്കത്തില്ല. ജസ്റ്റ് ഇമാജിൻ. അപ്പൊ നമ്മൾ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരെ ഒരു പരിധി കഴിഞ്ഞ് സഹായിക്കാൻ നിൽക്കരുത് എന്നർത്ഥമുണ്ടോ അതിന്? അങ്ങനെയല്ല, നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പഠിക്കണം. ഉദാഹരണത്തിന് വിശന്നിരിക്കുന്ന ഒരു വ്യക്തി, ആ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ CPM-കാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം അല്ലേ. വേണമെങ്കിൽ വിശക്കുന്നതിനെ കണ്ട ഇതാണ് പ്രശ്നം രാജ്യത്തിൻ്റെ, ഞാൻ ഈ പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരിക്കലും നടക്കത്തില്ല. അത് ഇയാളുടെ ആ ഒരു വലിയ നല്ല കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ് ചിന്തിക്കുന്നു എന്നുള്ള ആ ചിന്തയിൽ രമിക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്നത്. അത് വെച്ച് സൂചിക്കുകയാണ്. മറിച്ച് ആ വിശപ്പുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ മനുഷ്യൻ്റെ വിശപ്പെന്ന് പറയുന്ന സാധനം വർത്തമാനത്തിൽ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു വിഷയമാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരു വിശന്നിരിക്കുന്ന മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അയാളുടെ കാശ് കൊടുത്തിട്ട് എന്തെങ്കിലും പോയി കഴിക്കാൻ പറയുക, അയാൾക്ക് എഴുന്നേക്കാൻ വയ്യെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അതും നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ, അതിനാവശ്യമായ കാശില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആരുടെങ്കിലും സംസാരിച്ചിട്ട് ആ മനുഷ്യൻ വിശന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ അത്ര കാശില്ല, എന്തെങ്കിലും കൊടുക്കണം എന്ന് കൊടുക്കുക. അങ്ങനെ സോൾവ് ചെയ്യണം. അങ്ങനെ ഓരോ സിറ്റുവേഷൻസിലും നമുക്ക് ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം. അപ്പോൾ അതിൻ്റെ അർത്ഥം
അയാൾക്ക് എന്നും ഈ പറഞ്ഞ പോലെ ചോറ് കൊടുക്കുക എന്നുള്ളതല്ല. എന്നും ചോറ് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ മൂലയ്ക്ക് ഇരിക്കും എന്നൊരു ഒരു 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 യാചകനായിട്ട് അയാളുടെ ജീവിതം അവസാനിക്കും, അല്ലേ? അതെ അതെ അതെ. അതല്ല, പിന്നീട് അയാൾക്ക് വിശപ്പ് മാത്രമേ ഉള്ളൂ, രോഗങ്ങളൊന്നുമില്ല. രോഗം ഉണ്ടെങ്കിൽ ചികിത്സിക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കുക. ജോലി സ്വന്തമായിട്ട് എന്തെങ്കിലും ശേഷിയിൽ ഉണ്ടാക്കാൻ പരിചയമില്ലാത്ത നാട്ടിലാവുന്നതെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടുത്താൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത് ചെയ്യുക. ഇതൊക്കെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട സംഗതികളാണ്. മറിച്ച് ഈ ഓരോരോ ആശയങ്ങൾ, നമ്മൾ ഈ വലിയ ഉദാത്തമായ ആശയങ്ങൾ പറയുന്നതൊന്നും അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഈ ഉദാത്തമായ ആശയങ്ങളുടെ വ്യക്തിയാണ് എന്നുള്ളത് മറ്റുള്ളവനെ ധരിപ്പിക്കുകയും അതിൽ ഞാൻ രമിക്കുകയും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് ധരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ വ്യക്തി സ്വയം സുഖിക്കുകയും അവരുടെ രക്ഷകനായി ചമയുകയും ചെയ്യുന്നു. നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം ചെയ്യുന്ന പ്രക്രിയ അതാണ്, അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് ഇതൊരു കളിപ്പിക്കൽ പ്രസ്ഥാനം കൂടിയാണ് സാധനം. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേക്കാണ് ശരിക്കും ഇന്നത്തെ ജെൻസിയുടെയൊക്കെ ഏറ്റവും വലിയ ചിന്തയിൽ വരേണ്ട സംഗതികൾ അതാണ്. കാര്യം അവർ കൈകാര്യം അവരുടെ വേൾഡ് വെർച്വൽ വേൾഡിലാണ്. ഇന്നിപ്പം നമ്മൾ പുറത്തേക്കെടുത്ത് നോക്കുക, ഈ നടക്കുന്ന മൂവ്മെൻറ്റ്സിൽ ഒരു 70% മൂവ്മെൻറ്റ്സും വാഹനങ്ങളിലാണെങ്കിലും ഏത് കാൽനടയൊക്കെ ആണെങ്കിലും ഒരു വെർച്വൽ കമാൻഡ് അതിൻ്റെ പിന്നിലുണ്ടാവും. ഒരു മെയിലോ അതല്ലെങ്കിൽ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ കിട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫിസിക്കൽ നമ്മുടെ മറ്റേ ഈ ഓൺലൈൻ ഫുഡ് സപ്ലൈസ് ഇല്ലേ, ഇല്ലേ? മറ്റേ സൊമാറ്റോ, സ്വിഗ്ഗി, അവരെല്ലാം ഈ കടന്ന് ഓടുന്നതും ചാടുന്നതും എല്ലാം എന്താണ്, ഓരോരോ ബ്ലിങ്കിറ്റ്, ഇതെല്ലാം ഈ ഓരോരോ മെസ്സേജസുകൾ ഈ വെർച്വൽ വേൾഡിൽ കിട്ടുന്നു, അതല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടുന്നു, അതനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇന്ന് നമ്മുടെ വെർച്വൽ വേൾഡാണ് നമ്മളെ ഫിസിക്കൽ വേൾഡിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറയാൻ നമ്മൾ വേറൊരു ആന്തരികമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും ആന്തരികമായ ലോകത്തിലേക്ക് ഇറങ്ങി ജെൻസി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ജെൻസികളൊക്കെ ഇപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ കൊച്ചു കുട്ടികൾ വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന റീസൺ അതാണ്. അപ്പോൾ ഇത് വളരെ സൂക്ഷ്മമായ രീതിയിൽ ശ്രദ്ധിക്കേണ്ട സാധനമാണ്. അപ്പോൾ ആ ഒരു ശ്രദ്ധ ഈ പറഞ്ഞതുപോലെ ഈ ഓരോ കാര്യങ്ങളിലും കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളൊരു വാക്ക് പറയുന്നു, ഒരാൾ സംസാരിക്കുന്നു, ആ സംഭാഷണത്തിൻ്റെ പിന്നിൽ അയാളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്, അയാളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നൊക്കെ ഉള്ളത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഒബ്സർവേഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാവുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെ നമുക്ക് പെരുമാറണം എന്നുള്ള ക്ലാരിറ്റി വരികയും. ക്ലാരിറ്റി മാത്രമേ പ്രശ്നമുള്ളൂ. ആ ക്ലാരിറ്റിയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് മാത്രം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു സ്വയം. അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പിന്നെ മേഘ ഈ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കുകയെന്ന് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ പിന്നിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ടായിരിക്കും മേഘ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് അല്ലേ? അപ്പോൾ ആ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ അവിടെയാണ് ഇപ്പം നമ്മൾ ചില കാര്യങ്ങളിലേക്ക് നമുക്കൊരു എന്തൊക്കെയാണ് നമ്മുടെ കൺഫ്യൂഷൻസ്, അല്ലേ? അവിടെയൊക്കെ ഈ ജേർണലിംഗ്, റൈറ്റിംഗ് ഡൗൺ ഒക്കെ ഹെൽപ്പ് ചെയ്യുമോ? കുറേയൊക്കെ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു കുറച്ച് പ്രായോഗികമായിട്ട് നമ്മൾ കാര്യം എന്ന് വെച്ചാൽ ആ റൈറ്റിംഗ് ഡൗൺ അല്ലെങ്കിൽ ഈ എഴുതുന്നതുകൊണ്ട് നമുക്ക് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ കോൺഷ്യസ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ എഴുത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊന്ന് ഒരുത്തിനെ തെറി വിളിക്കണോ, എഴുതുമോ നമ്മൾ? ഇല്ലല്ലോ, ഇല്ല. തോന്നുന്നു, ചെയ്യുന്നു, അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ തോന്നാത്തത് ചെയ്യത്തില്ല. വേറൊന്നും വേണ്ട. എന്നെ ഇന്ന് നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ അധിക്ഷേപിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അധിക്ഷേപിക്കുന്നു. അത് വേണ്ട. നമ്മളെ ഒരു പുറത്തിറങ്ങുന്ന സമയത്ത് എന്നെ ഒരാൾ അധിക്ഷേപിക്കുന്നു, അല്ലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അധിക്ഷേപിക്കുന്നു, മോശം പറയുന്നു, ഞാൻ ക്ഷുഭിതനാകുന്നു അല്ലെങ്കിൽ ക്ഷുഭിതയാകുന്നു. ഞാനൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഞാൻ അതിനോട് പ്രതികരിക്കുന്നത് 24 മണിക്കൂറിന് ശേഷമേ ഞാൻ അതിനോട് പ്രതികരിക്കുന്നുള്ളൂ. ഞാനൊരു തീരുമാനം എടുക്കുന്നു. 24 hours ശേഷം ഞാൻ പ്രതികരിക്കുന്നു. ചിലപ്പം പ്രതികരിച്ചില്ലാന്നിരിക്കും, അല്ലേ? ചിലപ്പം വളരെ മനോഹരമായിട്ട് റെസ്പോൺസ് ചെയ്യുന്നിരിക്കും. അത് ചിലപ്പം നമ്മളെ ഇൻസൾട്ട് ചെയ്ത വ്യക്തിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റെസ്പോൺസ് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നത്. അവിടെ നമ്മൾ ബ്രില്യൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ക്ലാരിറ്റിയാണ്. ഇപ്പോൾ നമ്മളെ ഒരാൾ അധിക്ഷേപിക്കുമ്പോഴോ തെറി വിളിക്കുമ്പോഴോ, അത് വീട്ടിലായിക്കോട്ടെ, ഒരാൾ ക്ഷുഭിതനായിട്ട് വീട്ടിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷുഭിതനാകണോ വേണ്ടയോ?
തീ ഉണ്ടാവുന്ന സമയത്ത് വീണ്ടും തീ അതിൻ്റെ കൂടെ അതിനകത്ത് പെട്രോളാണ് ഒഴിക്കേണ്ടത്, വെള്ളമാണ് ഒഴിക്കേണ്ടത്, ഒരു ക്ലാരിറ്റിയാണ്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വന്ന് ഒരാളിന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ അവിടെ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. 24 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഉണ്ടാവാൻ പോകുന്നത് എപ്പോ പറയണമായിരുന്നു ആ തോട്ടായിരിക്കില്ലേ? അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ഉദാഹരണത്തിന് അവിടേക്കാണ് ക്ലാരിറ്റി വരേണ്ടത്. അയാൾ ചൂടാവുന്ന സമയത്ത് അയാളിൽ നിന്ന് തീയാണ് പ്രവഹിക്കുന്നത്. ആ തീയിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത്രയും ക്ലാരിറ്റി വന്നാൽ മതി. അയാളിൽ ഒന്നുമില്ലെങ്കിൽ അയാളിൽ ജയിക്കുകയാണോ വേണ്ടത്, അതോ അയാളുടെ മുമ്പിൽ പരാജയപ്പെടുകയാണോ വേണ്ടത്? ഇത്തരം ചിന്തകളിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ ക്ലാരിറ്റി തെളിഞ്ഞു കിട്ടുന്ന സംഗതി. അപ്പോൾ ഇത്തരമുള്ളൊരു മെൻ്റൽ പ്രോസസ്സിലേക്ക് നമ്മൾ അറിയാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോകും. അതിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള മുതിർന്നവരുടെ ഇടപെടലുകൾ വേണം കുട്ടികളായിരിക്കുന്ന സമയത്ത്. ഉദാഹരണത്തിന് ഒരു കൊച്ചുകുട്ടി ഒരു 5ലോ 6ലോ അല്ലെ പോട്ടെ മുതിർന്നവർ ഒരു കുപ്പി ഗ്ലാസ്സിനകത്ത് വെള്ളം കൊണ്ടുവരുന്നു, പെട്ടെന്ന് തറയെ വീണു പോകും. ചിലപ്പോൾ പറഞ്ഞു ശ്രദ്ധിച്ചു കൊണ്ട് നടക്കത്തില്ല. കേട്ടിരിക്കുന്ന ചിലപ്പോൾ അടുത്തിരിക്കുന്ന മുതിർന്നവരുണ്ടെങ്കിലോ ചിലപ്പോൾ ഭാര്യയുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ഭർത്താവ് പറയും, പിന്നെ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട് പടിയ ഗ്ലാസ് പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടെന്ന്. ഓഫ് നല്ല ഗ്ലാസ് ആയിരുന്നു എന്നും പറഞ്ഞിട്ട് കുറേ അങ്ങോട്ട് പറയും അല്ലേ. മറിച്ച് ഒരു ഗ്ലാസ് വീണു ഉടഞ്ഞു, ഭൂഗുരുത്വാകർഷണത്തിന്റെ കളിയാണ്, ശാസ്ത്രീയമായ സംഗതിയാണ് അല്ലേ. അപ്പോൾ ഇത് ഈ കയ്യിൽ നിന്ന് വീണ ആരുടെ കയ്യിൽ നിന്നാണോ വീണാൻ ഗ്ലാസ് ഉടഞ്ഞത് ആ വ്യക്തിക്ക് ആ വിഷമം നന്നായിട്ടുണ്ടാവും അല്ലേ. ഉറപ്പായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കക്ഷിയുടെ പറയുകയാണ്. അപ്പം ഈ വിഷമത്തിൽ നിന്നാണ് നമുക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ ഈ ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കയ്യിൽ മറ്റേതും പിടിച്ചില്ല, പെട്ടെന്ന് ന്യായീകരണം വരും. ഇന്നതുകൊണ്ടാണ് വീണത്, നിങ്ങൾ എന്നെ അങ്ങോട്ട് വിളിച്ചത് ഞാൻ അങ്ങോട്ട് നോക്കിയോണ്ടാണ് എനിക്ക് കാല് തെറ്റിയത്. അപ്പോൾ ജസ്റ്റ് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഡിഫെൻസ് വരും. മറിച്ച് ഈ ആരുടെ കയ്യിൽ നിന്നാണോ ഗ്ലാസ് തറയെ വീണേ, സാരമില്ല, ഗ്ലാസ് തറ വെച്ച് പൊട്ടി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വി കനോട്ട് അൺഹാപ്പൻ വാട്ട് ഓർ ഈസ് ഹാപ്പൻഡ് അല്ലേ. അപ്പോൾ അതൊരു കാര്യം ചെയ്യുക, അവിടെ നിൽക്കുക. ഇതിൻ്റെ കുപ്പിച്ചില്ലുകൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടാവും, പതുക്കെ നോക്കി നടന്നിട്ട് നമുക്കത് തൂത്തുകൂട്ടി വൃത്തിയാക്കി എടുക്കാം. സിമ്പിൾ, പ്രശ്നം സോൾവ്. ഇത്രയേ ഉള്ളൂ. അത് ക്ലാരിറ്റിയാണ്. അപ്പം നമ്മൾ ഓരോ നിമിഷം നമ്മുടെ വീട്ടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് കുറേ കൂടെ ഈസിയാവും. അതെ, അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഈ ദേഷ്യം വരുന്നത് തന്നെ ഡിപ്രഷനിലാണ്. ദേഷ്യപ്പെടുന്ന എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ മനുഷ്യനും ഉണ്ടാവും. ഇത് ആരും ഇതിനകത്ത് ശരിയാണ്, ഇതല്ല ഇത് ഇല്ലാത്തവരാരും ഇല്ല. ചിലതൊക്കെ ഈ ദേഷ്യമൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യവുമാണ്. മനുഷ്യന് ആവശ്യമില്ലാത്ത ഒരു സംഗതിയില്ല. കംപ്ലീറ്റ്ലി കാം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് നോർമൽ ആണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല അല്ലേ. കംപ്ലീറ്റ്ലി കാം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഈ പറഞ്ഞ എൻലൈറ്റൻഡ് സോൾസിനൊക്കെ അത് സാധ്യമാകും. അവർ പോലും ചില സമയങ്ങളിൽ ചിലപ്പോൾ ഉള്ളിൽ ക്ഷോഭിക്കാതെ പുറത്ത് ക്ഷോഭിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പൊ പിന്നെ ഒറിയ അറിയാവുന്ന ഒരു വ്യക്തി, ഒഡീഷയിലെ പിന്നെ ആ ഭാഷ അറിയാവുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അടുത്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ സംസാരിച്ചിട്ടോ കാര്യമുണ്ടോ? ഇല്ല. അയാൾക്ക് ആ അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ ശാന്തമായിട്ടൊക്കെ സംസാരിക്കുന്നതാണ് നമ്മുടെ സ്വഭാവമെങ്കിലും ചില വ്യക്തികളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ബുള്ളി ചെയ്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അവർക്ക് ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റ് ആയിട്ട് കൾച്ചറലായിട്ട് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ വിചാരിക്കുന്നത് യവനൊരു കിഴങ്ങൻ അല്ലെങ്കിൽ കിഴങ്ങി, വലിയ അതോറിറ്റി ഒന്നുമില്ല, പവറില്ല, അധികാരം ഉപയോഗിക്കാൻ അറിയത്തില്ല എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഈ ടേക്ക് ഓൺ ഫ്രോ ഗാൻ ഉണ്ടാവും. നമ്മൾ പറയുന്നത് ശ്രദ്ധ കൊടുക്കാതെ വരും. ഇപ്പോൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇരിക്കട്ടെ, അപ്പോൾ ആ ഒരു ബുള്ളിങ് ആണെന്നുണ്ടെങ്കിൽ അതേ സമയത്ത് ഇന്ന ആളോ ഭയങ്കര പവറാണ്, സാറ് മറ്റേ ഫ്ലോറിൽ വരുമ്പോഴത്തേക്ക് തന്നെ ഫുൾ ഫ്ലോറ് സൈലൻ്റ് ആവും എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ പേടിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കും ഇതെങ്ങനെ പറഞ്ഞ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് വർക്കബിൾ ആണോ അല്ലയോ എന്നുള്ളത്. വർക്കബിൾ ആക്കാവുന്നതാണ്. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ അയാൾ പറ്റിക്കഴിഞ്ഞാലും അയാളുടെ ഈ പറഞ്ഞ പോലെ പേടിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഒരു 90%, 95% അങ്ങനെയുള്ള വ്യക്തികളെ പോലും നമുക്ക് വളരെ എന്താ പറയുക പേടിയില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യിക്കാനൊക്കെ പറ്റും. പക്ഷെ ഒരു 5% ചിലപ്പോൾ പറ്റില്ല എന്നിരിക്കും.
അപ്പോൾ അവിടെ നമ്മൾ ഇയാളുടെ അടുത്ത് ഈ പറഞ്ഞതുപോലെ ഇയാൾക്ക് മനസ്സിലാവുന്ന ഭാഷ ബുള്ളിങ്ങിൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ബുള്ളിയുടെ ആവാതെ ചിലപ്പോൾ അവരുടെ അടുത്ത് ബുള്ളി ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ വേണ്ടി വരും. അപ്പം ഈ എല്ലാ വികാരങ്ങളും മനുഷ്യന് ആവശ്യമാണ്. ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വരുന്നു, നമ്മൾ ഓടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. മറിച്ച് ആ പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് ആ പട്ടിയെക്കാട്ട് വലിയ രീതിയിൽ കുറച്ചുണ്ടാകുന്ന മുമ്പിലേക്ക് ചാടി നോക്കുക. അതെ, ഒരു അവിടെ പിന്നെ ആ പട്ടികൾ പേടിച്ച് പോയെന്നിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനുഭവമുള്ള സാധനമാണ്. നാടൻ പട്ടികളാണ് കേട്ടോ. ശരിക്കും ഞാനൊരു ദിവസം വണ്ടി പോകുമ്പോ ഇതുപോലെ പെട്ടെന്ന് പട്ടി ചാടി വിടും. അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ട് ഒച്ചത്തിൽ വിളിച്ചിട്ട് ആ പട്ടി പേടിച്ചിട്ട് പോയി. അദ്ദേഹം പറഞ്ഞത് പട്ടിയും പേടിയിലാണല്ലോ ഇരിക്കുന്നത്. അതെ 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 അതെ. അപ്പൊ അവര് ഡിഫൻസ് മെക്കാനിസത്തിലാണ്. ഇതെല്ലാം ആവശ്യമായ വികാരങ്ങളാണ്. പക്ഷെ നമ്മൾ ഇതിന് ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാരണം ഈ പറഞ്ഞ നമ്മളെയൊക്കെ നിശ്ചയിക്കുന്നത് നമ്മളൊരാളെ ഇപ്പം എന്നെ ഒരാളൊരു വാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ധാരണ അതേപോലൊരു വാക്ക് പറഞ്ഞ് ഞാൻ അയാളെ വേദനിപ്പിച്ച് അയാൾ വേദനിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഖം കിട്ടുമെന്ന് വിചാരിക്കുന്നത്. ഇതുകൊണ്ടാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തി സംസാരിക്കുന്നത്. വീട്ടിനകത്തെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും. ഒരു പ്രശ്നം സോൾവ് ചെയ്യാതെ ഇതിങ്ങനെ അടുത്തൊരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ ഇത് വെച്ചേക്കും ഇങ്ങനെ കുത്തി പറയാനായിട്ട്. അപ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളത്, ആ വേദനിപ്പിക്കുമ്പോൾ ഒരു സുഖം കിട്ടുക എന്നുള്ളൊരു ധാരണയായിരിക്കുന്നത്. ആ ധാരണ അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്നും എൻ്റെ വിഷാദത്തിൽ നിന്നാണത് വരുന്നത്. ഒരാളെ വേദനിപ്പിക്കുമ്പോൾ സുഖം കിട്ടും എന്നുള്ളത്. അത് ഏറ്റവും അടുത്ത ആൾക്കാരെയാണ് വേദനിപ്പിക്കുക നമ്മൾ, അല്ലേ? അപ്പൊ എൻ്റെ ഏറ്റവും അടുത്ത ആളിനോട് എനിക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ, ഞാൻ സ്നേഹമുള്ള ആളിനെ വേദനിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ഇല്ലയോ, ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ക്ലാരിറ്റി വരും. അപ്പോൾ അത് ഭാര്യയാകാം, അല്ലെങ്കിൽ ഭർത്താവാകാം, മകനാകാം, മകളാകാം, സഹോദരനാകാം. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ വേദനിപ്പിക്കുന്നത് ശരിയാണോ? മറിച്ച് ഇപ്പം എൻ്റെ വേറെ ഒരു സഹോദരനാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ ആണെങ്കിൽ അവർ എന്ത് വേദന കൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാവുക എന്നുള്ള ചിന്തയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ഉള്ളിലെ ഹർട്ട് കാണും, മുറിവ് കാണുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൈ മുറിഞ്ഞ ഒരു വ്യക്തിയുടെ കൈ മുറിവ് കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ മുറിവ് വലുതാക്കാൻ നോക്കത്തില്ലല്ലോ. ഇല്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു മരുന്നൊക്കെ വെച്ച് കെട്ടാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. അതിന് വലിയ സന്യാസി ഒന്നും ആവേണ്ട ആവശ്യമില്ല, വലിയ ത്യാഗിയൊന്നും ആവേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു മുറിവാണ് അയാളുടെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾ കാണുന്ന സമയത്ത് അവിടെയാണ് എമ്പതി എന്ന് പറയുന്ന സംഗതി വരുന്നത്. അത് നമ്മളെ കൊണ്ട് അത് ഏതെങ്കിലും രീതിയിൽ ഉണക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ വലുതാക്കാതിരിക്കുക എന്നൊരു ക്ലാരിറ്റി വരും. ബേസിക്കലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞ സംഗതി. ഇതൊന്ന് ഏറ്റവും അത്യാവശ്യമായിട്ട് വീടുകൾക്കകത്ത് വേണ്ട ഒരു സംഗതിയാണ്. ശേഷം കുട്ടികളുടെ അടുത്തൊക്കെ പെരുമാറുന്ന സംഗതി.